ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാൻ ഇടവരട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നാം പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഞാൻ ആദ്യമൊക്കെ സംശയിച്ചിട്ടുണ്ട്, എന്താണ് അവർക്ക് കിട്ടിയ പ്രതിഫലം എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് ചില ദേവദാസന്മാരുടെ ബുക്കുകളെല്ലാം വായിച്ചപ്പോൾ അവരെന്താണോ ആഗ്രഹിച്ചത് അത് മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. പ്രാർത്ഥനയുടെ മറുപടി ഒന്നും അവർക്ക് കിട്ടിയില്ല. അവരാഗ്രഹിച്ചത് എന്താണ്? അവർ കപടഭക്തിക്കാരെ പോലെ മറ്റുള്ളവരെ കാണാൻ വേണ്ടി, ഞാൻ വലിയ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാനൊരു പ്രാർത്ഥനാ വീരനാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുൻപാകെ അവർ പ്രാർത്ഥിച്ചതുകൊണ്ട്, പള്ളികളിലും തെരുക്കോണുകളിലും നിന്ന് അവർ പ്രാർത്ഥിച്ചതുകൊണ്ട് അവർക്ക് ആ ഒരു പ്രതിഫലമേ കിട്ടിയുള്ളൂ. അത് മനുഷ്യൻ അയാൾ നല്ലൊരു പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് മനുഷ്യൻ അവർക്കൊരു മാർക്ക് ഇട്ടു. ആ മാർക്കേ അവർക്ക് കിട്ടിയുള്ളൂ. ഇന്ന് അനേകർക്ക് മാർക്ക് ഇടുന്നത് മനുഷ്യരാണ്. ദൈവത്തിന്റെ മാർക്ക് ആർക്കും വേണ്ട. ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ദൈവം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ആരും ചിന്തിക്കാത്ത ഒരു കാലയളവിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അന്നത്തെ പരീക്ഷന്മാരൊക്കെ അവർക്ക് 4 യാമങ്ങളുണ്ട്. ആ യാമങ്ങളിലെല്ലാം മണിമുഴക്കി അത് അറിയിച്ചുകൊണ്ടിരിക്കും. ആ 4ാമത്തെ ഓരോ യാമം കഴിയും തോറും ഇവർ പകലിലൊക്കെ ആണെങ്കിൽ ആ യാമം കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഇവർ ഏതോ ഒരു വസ്തു വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഒരാളെ കാണുന്നതിനെന്നുള്ള വ്യാജേന അവർ റോട്ടിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ പൊതുവഴിയിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഈ യാമത്തിന്റെ മണി മുഴങ്ങുന്നത്. ഉടനെ തന്നെ അവരെന്ത് ചെയ്യും? അവിടെ നിന്നുകൊണ്ട് കൈയെല്ലാം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ മറ്റുള്ള ആളുകളെല്ലാം വിചാരിക്കും, അയാള് ആ റോട്ടിൽ നിന്നാണേലും അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചു, അയാള് പരിസരമൊക്കെ മറന്നു നിന്നിട്ട് റോട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കൈയെല്ലാം ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് ഇത് മനുഷ്യൻ പറയണമെന്ന് അവൻ ആഗ്രഹിച്ചു. ആ ഒരു പ്രതിഫലം അവന് കിട്ടി. അതാണ് അവന് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിന്നൊരു പിതാവിനോട് പ്രാർത്ഥിക്കുക. നാം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരും നമ്മളെ കാണാനായിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ? എന്നാൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് ആണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് രഹസ്യത്തിലുള്ള മുറികളാണ്, അറകളാണ്. അവിടെയാണ് ദൈവമായിട്ട് നമുക്ക് നന്നായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. നമ്മളൊരു സമൂഹ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം മനുഷ്യർ പലതും അറിയും. എന്നാൽ പിതാവിന്റെ അടുക്കൽ നമുക്കൊന്നും മറച്ചു വെക്കാനായിട്ട് ആവശ്യമില്ല. അവിടെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവസന്നിധിയിൽ പകരുവാനായിട്ട് സാധിക്കും. നാം രഹസ്യത്തിലുള്ള പിതാവിനോട് അറയിൽ കടന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഉപവസിക്കുമ്പോഴും നീ അതിൻ്റെ 6:17 നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്ക് അല്ല, രഹസ്യത്തിൽ നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഉപവസിക്കുമ്പോഴും ചില ആളുകൾ അവർ മുഖമെല്ലാം ക്ഷീണിച്ചിരിക്കുന്ന മാതിരി വളരെ, അപ്പം എന്താ പറ്റിയ വളരെ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ മുഖത്ത്, അത് ഞാൻ ഉപവാസമാണ്, കുറച്ച് ദിവസമായി ഉപവാസത്തിലിരിക്കുകയാണ്, അങ്ങനെ അറിയിച്ച് പ്രാർത്ഥിക്കുന്നതിൽ വലിയ അർത്ഥങ്ങളില്ല. ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണമെന്നും ഉപവസിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രഹസ്യത്തിൽ കാണുന്ന പിതാവാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. ചില ഉദാഹരണങ്ങൾ നമുക്ക് തിരുവെഴുത്തുകളിൽ നോക്കാം. അതിലുപരിയായിട്ട് ഇന്ന് അനേക ദൈവദാസന്മാര് അവരുടെ ശുശ്രൂഷകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. നാം മീഡിയയെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദുഃഖവും സങ്കടവും എല്ലാം വരും. ഇപ്പോൾ ഇവിടെ കോയമ്പത്തൂർ ഒരു സംഭവം നടന്നു, വളരെ കഷ്ടകരമായ ഒരു സംഭവമാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ചില ഉത്തരങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കിട്ടിയ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഇവർ പരസ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരായതുകൊണ്ട് ഇവർ രഹസ്യമായിട്ട് അധികം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്നെ മാതൃകയാണ്. അവൻ പകൽ മുഴുവൻ ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരമാകുമ്പോൾ അവൻ മലയിലേക്ക് കയറിപ്പോകും. അവിടെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് അവൻ തൻ്റെ കാര്യങ്ങളെല്ലാം പങ്കുവച്ചിട്ട് വീണ്ടും പവറായിട്ട് അവൻ പിറ്റേ ദിവസം വന്ന് അവൻ ഉപദേശം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പരസ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന അനേക ദൈവദാസന്മാരും അവർ വീണു പോകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം, രഹസ്യത്തിൽ അവർ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, വീഴാതെ നിൽക്കുവാൻ. പിശാചിനെ നന്നായിട്ട് അറിയാം മനുഷ്യൻ്റെ ബലഹീനത ഏതാണെന്ന്. ചിലർക്ക് പണത്തിലായിരിക്കും ആശ കൂടുതൽ, ചിലർക്ക് സ്ഥാനങ്ങളിലായിരിക്കും ആശ കൂടുതൽ, ചിലർക്ക് സ്ത്രീ വിഷയങ്ങളിലായിരിക്കും ആശ കൂടുതൽ. അപ്പോൾ ഏതാണ് അവൻ്റെ വീക്ക്നെസ് എന്ന് കണ്ട് നോക്കിക്കൊണ്ട് പിശാച് അവനെ വീഴിക്കാനുള്ള കെണികളെ ഒരുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് രഹസ്യത്തിൽ
കാണുന്ന പിതാവിൻ്റെ അടുക്കൽ പോയി മുഴങ്കാലിൽ നിന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവേ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, നിന്റെ കൃപ എനിക്ക് വേണം, നീ എന്നെ സൂക്ഷിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപ നൽകും, ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. എന്നാൽ പരസ്യമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ ഒരു ദേവദാസനെ സംബന്ധിച്ചിടത്തോളം വലിയ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. വലിയ ശുശ്രൂഷകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, ക്യാൻസർ വരെ മാറി വലിയ അത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ദേവദാസനാണ്. അനേക ദേവദാസന്മാരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, അവരിതൊക്കെ ചെയ്യുമ്പോൾ അവർ എന്തോ വലിയ ആളാണെന്ന് ചിന്തിക്കുന്നത് ഒരു വലിയ അപകടമാണ്. കാരണം അവരിലൂടെ ദൈവമാണിത് ചെയ്യുന്നത്. അതും അവരിലുള്ള കഴിവുകൊണ്ടൊന്നുമല്ല, ആ വന്നിരിക്കുന്ന ജനത്തിനോട് ദൈവം കരുണ തോന്നിയിട്ട് ഇവരിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്ന. ഇതൊക്കെ മറന്നിട്ട് അവർ വലിയ ആളുകളായിട്ട് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും ഇവർ വീണു പോകാനായിട്ട് കാരണമുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ തിരുവെഴുത്തുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ രഹസ്യമായിട്ട് മനുഷ്യരുടെ മാനമോ ഇതൊന്നും അന്വേഷിക്കാതെ രഹസ്യത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന ചില ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്നാണ് നഥനയേൽ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. കർത്താവ് അന്നത്തെ കാലത്ത്, കർത്താവിൻ്റെ കാലത്ത് താൻ പരസ്യമായിട്ട് ശുശ്രൂഷകളെല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും ഈ ന്യായശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും കുറ്റം പറയുമായിരുന്നു. കുറ്റം പറയാം എന്ന് പറഞ്ഞാൽ, കപടഭക്തിക്കാരായ പരീക്ഷന്മാരെ, നിങ്ങൾ കയ്യോ കഷ്ടം, നിങ്ങൾ കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമേ വളരെ അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറയ്ക്ക് സമമാണ്, അതിൻ്റെ പുറമെ എല്ലാം നല്ല അഴകായിട്ട് തോന്നും, അകത്ത് മുഴുവൻ ചീഞ്ഞതും അസ്ഥികഷ്ണങ്ങളുമാണ്. അപ്പോൾ അകത്ത് വളരെ വൃത്തിഹീനമായ നിലയിൽ ഇരിക്കുകയും പുറമേ വലിയ സൂത്രം കാണിച്ച് കപടം കാണിച്ച് നടക്കുന്ന അനേക ആളുകളുണ്ട്. അതുകൊണ്ട് കർത്താവ് അന്നുള്ളവരെ അങ്ങനെ ശാസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ, അവൻ കർത്താവിൻ്റെ അടുക്കൽ അവനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ് എന്നിട്ട് നഥനയേലിനോട് പറയാണ്, ഞാൻ മശിഹായെ കണ്ടു, അവൻ നസ്രത്തുകാരനായ യേശു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നീ വന്ന് കാണുവിനെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ വന്ന് കണ്ട വഴി, യേശു കർത്താവ് അവനെ കണ്ട വഴി പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാണ്, ഇവൻ കപടമില്ലാത്തൊരുവനാണ്, ഇവൻ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ, ഫിലിപ്പോസ് നിന്നെ വിളിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഇവൻ ചോദിക്കുന്നുണ്ട്, എന്നെ എങ്ങനെ അറിയും? നീ ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവം തമ്പുരാൻ, കർത്താവായ യേശു ക്രിസ്തു, അവനിതെല്ലാം നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അവൻ വലിയ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നു, അവൻ ശിഷ്യന്മാരെല്ലാം തിരഞ്ഞെടുക്കുന്നു, ശിഷ്യന്മാർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുത്തൻ, തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്ന ഒരുത്തനെ തേടി ദൈവത്തിന്റെ ആത്മാവ് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ദൈവമായി ഇരിക്കുന്ന ഒരുത്തൻ, അവൻ അത്തിയുടെ കീഴിലിരുന്ന് ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവനെ ദൈവം കണ്ടു. അവന്റെ അടുക്കൽ വന്നപ്പോൾ പറയുകയാണ്, ഇവനാണ് സാക്ഷാൽ ഇസ്രായേലിൻ. അവൻ അത്തിയുടെ കീഴിൽ പോയിരുന്ന് അവൻ ആരും കാണാതെ അവൻ അവിടെ പോയിരുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവം കണ്ടു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നാം രഹസ്യത്തിൽ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ അറിയുന്നവനായ ഒരു ദൈവം, ആ ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്, കണക്കുള്ളത്. ഫിലിപ്പോസിന് ഇവനിൽ കപടമില്ല എന്ന് കർത്താവ് പറയാണ്. ഇവനിൽ കപടമില്ല, ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാണ്. ദൈവം നോക്കുന്നത് അങ്ങനെയാണ്. ഒരു ഇസ്രായേലിൻ, യഥാർത്ഥത്തിലുള്ള ഒരു ഇസ്രായേലിൻ്റെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കപടമില്ലാത്ത. ഉടനെ നഥനയേൽ പറയാണ്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇതിനേക്കാൾ വലിയതെല്ലാം കാണുമെന്ന് യേശു കർത്താവ് അവനോട് പറയുന്നത് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യൻ, അന്ന് മിഥ്യാന്യർ ഇവരെ കിടന്ന് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവഹിതത്തിന് വെളിയിൽ ഇസ്രായേലിൽ പോയി. അപ്പോൾ ദൈവം അവരെ മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോയും മിഥ്യാന്യരുടെ കയ്യിൽ ഇവരെ ഏൽപ്പിച്ചു. മിഥ്യാന്യരിങ്ങ് വരും, കൂട്ടമായിട്ട് ഇങ്ങനെ വരും, വെട്ടുക്കിളികളെ പോലെ അവരിങ്ങോട്ട് വരും. എന്നിട്ട് ഇവരുടെ ഗോതമ്പും ഇവരുടെ കൃഷികളെല്ലാം നശിപ്പിച്ചു കളയും. അവർ കന്നുകാലിക്കൂട്ടവുമായിട്ട് വന്നിട്ട് കൃഷിയെല്ലാം നശിപ്പിച്ച് അതെല്ലാം മുടിപ്പിച്ച് കളയും. അങ്ങനെ ഇവർ കിടന്ന് വിഷമിച്ച് ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. 7 വർഷത്തോളം ഇങ്ങനെ പോയി അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ കുറച്ച് എവിടെയോ ഉണ്ടായിരുന്ന കുറച്ച് ഗോതമ്പ് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവൻ നട്ട് വളർത്തിയിരുന്നതായിരിക്കാം, അത് കൊയ്ത് അവൻ കൊണ്ടുവന്ന് മുന്തിരിച്ചക്കിന്റെ അടുക്കൽ കൊണ്ടുപോകുക. അപ്പൊ മുന്തിരിച്ചക്കിന്റെ അടുക്കൽ മുന്തിരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും മുന്തിരി ചക്കിന്റെ അടുക്കലേക്ക് ആരും വരാൻ സാധ്യതയില്ല. അപ്പൊ അവൻ ഇവിടുന്ന് ചുവന്ന് കൊണ്ടുപോയി മുന്തിരിച്ചക്കന്റെ അവിടെ ഇട്ട് മെതിക്കുക. അവൻ മെതിക്കുന്ന സമയത്ത് മുഴുവൻ അവന്റെ ഉള്ളിൽ ഒരു ചിന്ത,
ദൈവം എവിടെയാണ്? നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ആ ദൈവം എവിടെയാണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിച്ച് മറ്റേ സ്വർഗത്തിൽ നിന്ന് ആകാശത്തു നിന്ന് മന്ന പൊഴിപ്പിച്ച ആ ദൈവം, ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച ആ ദൈവം, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും വഴി നടത്തിയ ആ ദൈവം, അവരെ അങ്ങനെ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച ആ ദൈവം എവിടെയാണ്? കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായിട്ട് വളരെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മിഥ്യാനർ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൈവം എവിടെയാണ്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. അവൻ മുന്തിരിച്ചക്ക്, അവിടെ മുന്തിരിയില്ല, മുന്തിരി എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുക. അപ്പം പിന്നെ മുന്തിരിച്ചക്കിന്റെ അടുത്തേക്ക് ആരും വരുമെന്ന് വിചാരിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഒരു ദൂതം വന്ന് ഒരു കരുവേലകത്തിന്റെ കീഴിൽ വന്നെങ്കിരുന്നു. എന്നിട്ട് ഇവനെ നോക്കിയിട്ട് പറയാണ്, അല്ലയോ പരാക്രമശാലിയെ, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ ആ അത്ഭുതങ്ങളെല്ലാം നടത്തിക്കൊണ്ടുവന്ന ദൈവം എവിടെയാണ് എന്ന് പറഞ്ഞ് ആ ഗിദെയോനെ ദൈവം ആ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവരൊക്കെ രഹസ്യത്തിൽ ദൈവമായിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു. ഇവരൊക്കെ രഹസ്യത്തിൽ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ദൈവമായിട്ട് എപ്പോഴും ഒരു 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 കൂട്ടായ്മയിൽ നടന്നവരായിരുന്നു. അവർ ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് പുലർത്തിക്കൊണ്ടിരുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഗിദെയോനെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ദാവീദിനെ എടുത്ത് പരിശോധിച്ച് നോക്കുക. ശൗല് രാജസ്ഥാനത്ത് നിന്ന് ദൈവം ശൗലിനെ മാറ്റി. ദൈവം പറഞ്ഞ അനുസരിക്കാതെ വന്നപ്പോൾ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി. അതിനുശേഷം ശമൂവേലിന് ഭയങ്കര ദുഃഖമായി ശൗലിനെ മാറ്റിയത്. കാരണം ഒരു രാജാവായിട്ട് ഒരുത്തം വന്നു, പക്ഷെ ഇപ്പൊ അവനെ മാറ്റി. ശമൂവേൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം പറഞ്ഞു, നീ എത്ര നാളിങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കും? ഞാൻ ഇസ്രായേലിന്റെ രാജാവായിട്ട് ഒരുവനെ ഇശ്ശായിയുടെ മക്കളിൽ കണ്ടിരിക്കുന്നു. നീ അവനെ തൈലപാത്രം എടുത്തുകൊണ്ടുപോയി അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ ശൗൽ എന്നെ കൊല്ലൂന്ന് പറഞ്ഞു. നീ ഒരു യാഗം കഴിക്കാനായിട്ട് പോകാന്ന് പറഞ്ഞ് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് മൂപ്പന്മാരെല്ലാം ഭയന്ന് ഓടി വന്നു. എന്താണ്, ഒരു ദീർഘദർശി വന്നിരിക്കുകയാണ്, ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്, എന്താണ് അറിയിക്കാൻ പോകണമെന്ന് അറിയില്ല. അവർ ഭയത്തോടു കൂടി വന്നു. പക്ഷെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇശ്ശായിയുടെ മക്കളും കൂടി വിരുന്നിന് വരണമെന്ന് പറഞ്ഞ് അവരെയും കൂടി വിളിച്ചു. അങ്ങനെ ഒരു യാഗത്തിന് നിർത്തിയിരിക്കുക. അങ്ങനെ ഒരു ക്രമീകരണത്തിന് അവർ നിൽക്കുമ്പോൾ ഇശ്ശായിയുടെ മൂത്ത മകനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ മൂത്ത മകനെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇവൻ നോക്കി, ശമൂവേൽ പ്രവാചകൻ നോക്കി, നല്ല ഉയരം, നല്ല പൊക്കം, നല്ല ഭംഗി, ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇവനെ അഭിഷേകം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഉടനെ ദൈവം പറയാണ്, അതിൻ്റെ 1 ശമൂവേൽ 16:7, യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. ഇന്ന് അനേക സഭകളിലും നേതൃസ്ഥാനത്തിരിക്കുന്ന പല ആളുകളും ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളവരല്ല. അതൊക്കെ മാനുഷികമായ ചില കഴിവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ തന്നെ നിയമിച്ച് അവരെ വെച്ചിരിക്കുക. അതുകൊണ്ട് ദൈവികമായ അധികാരം അവരുടെ മേലില്ല. അവർ കാണിക്കുന്ന പലതും സൂത്രങ്ങളും തന്ത്രങ്ങളും രാഷ്ട്രീയവുമാണ്. ദൈവികമായ കൃപ അവരുടെ മേലില്ല. അവർക്ക് എപ്പോഴും തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് അവർ നിൽക്കുന്നത്. കാരണം ദൈവം കൊടുത്ത അധികാരം ആർക്കും തിരിച്ചെടുക്കുവാനായിട്ട് കഴിയില്ല, ദൈവത്തിന് മാത്രമേ തിരിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാനുഷികമായ അധികാരം എപ്പോഴെങ്കിലും തങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് ഈ അധികാരം മുറുക്കെ പിടിക്കുവാനായിട്ട് അവർ തങ്ങളുടെ സിംഹാസനത്തെ ഉറപ്പിക്കുവാൻ എല്ലാ തരം സൂത്രങ്ങളും കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ശമൂവേലിനോട് ദൈവം പറയാണ്, നീ അവൻ്റെ മുഖവും പൊക്കമൊന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇശ്ശായിയുടെ മക്കൾ എല്ലാവരെയും 1 by 1 ആയിട്ട് കൊണ്ടുവന്നു. ഇതിൽ ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ല. എന്നിട്ട് ശമൂവേൽ ചോദിച്ചു, നിന്റെ മക്കൾ എല്ലാവരുമായോ? ഓ, ഇനി ഒരുത്തരുണ്ട്, അവൻ വലിയ കാര്യമൊന്നുമില്ല, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കാനായിട്ട് പോയി. ശരി, അവൻ കൂടെ വരണം, അവൻ കൂടെ വന്നിട്ട് എനിക്ക് പന്തിക്കിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദിനെ കൊണ്ടുവരികയാണ്. അപ്പൊ ദാവീദിനെ കുറിച്ച് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. കാരണം കാട്ടിൽ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഒരു കിന്നരവുമായിട്ട്, ഒരു കവണയുമായിട്ട് നടക്കുന്ന ആ ചെറുബാലൻ അവന്റെ ഹൃദയം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവൻ താഴ്വാരത്തിലെല്ലാം ആടിനെ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കും. എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. ഓ, എൻ്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. കാരണം പർവ്വതത്തിന്റെയും മേളിൽ ദൈവം ഇരിക്കുന്ന അവനെ കാണാം. അവനങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവൻ രഹസ്യമായിട്ട് ആ കാട്ടിൽ ആടിനെ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആടുകളെ മറ്റൊന്നും നഷ്ടപ്പെടുത്തി കൊണ്ടുപോകാതെ ആടിനെ ചുറ്റും നിരീക്ഷിച്ച് സൂക്ഷിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ കാണുകയാണ്, ദൈവം അവനെ വിളിക്കുകയാണ്. അവനെ കൊണ്ടുവന്നിട്ട് ഇസ്രായേലിന്റെ രാജാവായിട്ട് അവനെ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി,
എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും ദൈവം പ്രത്യേകമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പ്രതിഫലം ദൈവം തരും, ഉറപ്പാണ്. ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അവൻ വളരെ പരസ്യമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കൊണ്ട് ഇടയായി തരും. എന്നാൽ നാം പരസ്യമായിട്ട് മാത്രമാണ് നമ്മുടെ ശുശ്രൂഷ നടക്കുന്നത്, രഹസ്യമായ പ്രാർത്ഥന ഇല്ലെങ്കിൽ നാം അത് പരാജയപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ദൈവം എപ്പോഴും നമ്മിൽ നിന്നൊരു കൂട്ടായ്മ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവമായിട്ട് ചേർന്ന് നടക്കുവാൻ, ദൈവമായിട്ട് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകർക്കും അതിന് സമയമില്ല. എല്ലാവരും ഭയങ്കര ബിസിയാണ്, ശുശ്രൂഷയുടെ ഭയങ്കര തിരക്കിലാണ്. ശുശ്രൂഷകൾ ഇഷ്ടം പോലെ നടക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ ജനത്തോട് കരുണ തോന്നി ഒരു ദൈവദാസനിലൂടെ ശുശ്രൂഷകളിൽ അനുഗ്രഹം ചൊരിയുമ്പോൾ ഈ ദൈവദാസൻ വിചാരിക്കുന്നത് ഞാനെന്തോ ഭയങ്കര പവറുള്ള ഒരു മനുഷ്യനാണ്. ഒരു ചുക്കുമില്ല. ദൈവം കൃപ കൊടുക്കാതെ ആർക്കും ഈ ഭൂമിയിൽ ഒന്നുമില്ല. എന്തെങ്കിലും ആകുന്ന ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. കർത്താവേ, നീ ഞങ്ങളെ രഹസ്യത്തിൽ നിരീക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ എഴുന്നേൽക്കുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം നീ ദൂരത്തുനിന്ന് അറിയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമെങ്കിൽ ദൈവം തന്നെ കരങ്ങളിൽ നമ്മെ എടുത്ത് ഉപയോഗിക്കും. കാരണം അവൻ നോക്കുന്നത് വിശ്വസ്തതയാണ്, അവൻ നോക്കുന്നത് നിർമ്മലതയാണ്, അവൻ നോക്കുന്നത് വിശുദ്ധിയാണ്, അവൻ നോക്കുന്നത് കപടമില്ലായ്മയാണ്. ദൈവം വെറുത്ത ഏറ്റവും വലിയ പാപമാണ് കപടഭക്തി. അപ്പോൾ കപടഭക്തി ഇല്ലാതെ ഈ തലമുറയിൽ ജീവിക്കുവാൻ തക്കോണം ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നല്ല ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങൾ എഴുന്നേൽക്കുന്നതും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം ദൂരത്തുനിന്ന് അറിയുന്നവനായ ദൈവമേ, ഞങ്ങളുടെ ഞരക്കങ്ങളും ഞങ്ങളുടെ മൂളലുകളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ സങ്കടങ്ങളും നീ രഹസ്യത്തിൽ കാണുന്നുണ്ട്. കർത്താവേ, നീ അതിനെല്ലാം പ്രതിഫലം തരുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമനിമിത്തം ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ. കർത്താവേ, ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും കർത്താവേ, നിന്നിൽ ആശ്രയം അർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെയൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവദാസന്മാരെ, ശുശ്രൂഷകന്മാരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ, പരസ്യമായിട്ട് നിൽക്കുമ്പോൾ അധിക സമയം രഹസ്യമായിട്ട് അവർ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തക്കൊണ്ട് അവർക്ക് കൃപ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശത്രു ആരെ വിഴുങ്ങേണ്ടതെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. കർത്താവെ, അവൻ അലർന്ന സിംഹം പോലെ നടക്കുകയാണ്. കർത്താവ്, നിന്റെ ദാസന്മാരെ കാത്തുകൊള്ളണമേ. കർത്താവ്, നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. കർത്താവ്, ദുഷ്ടതയിൽ അകപ്പെടാതെ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവനെയും സൂക്ഷിക്കണമേ. കർത്താവ്, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.